സത്യദീപം അറിവിന്റെ നിറവിന്റെ സത്യദീപം സ്നേഹസ്വരൂപമാ പ്രാണപ്രദായക പാരിൻ പൊരുളേ പ്രകീർത്തനങ്ങൾ ജ്ഞാനപ്രഭാവം പകർന്നു നീ ഞങ്ങളെ നേരിൻ പദത്തിൽ നയിച്ചിടേണേ നേരിൻ പദത്തിൽ നയിച്ചിടേണേ. നമോ 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 ഭാരതാംബേ നമോ 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 ഭാരതാംബേ സാരസ്വത ശരീരിണി നമോസ്തു ജഗദാം വന്ദ്യ ബ്രഹ്മവിദ്യ പ്രകാശിനി നമോ നമോ ഭാരതാംബേ ഹിമാലയ കിരീടിനി ഗംഗാദ്യ സരിതം സർവസൈന്യം ദേവി ശുഭാവനി നമോ 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 ഭാരതാംബേ നമോ നമോ ഭാരതാംബേ നമോ 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 തകൃതദീം തദീം 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 തക തകൃതദീം തദീം തദീം തകൃതദീം തദീം 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 തക തകൃതദീം തദീം തദീം ഗമ പനി നീനി മഗ മഗ ഗ ഗ ഗമ പനി നി പനി സമാഗ സപ മപ ഗമ രിഗ സഗ നി സ പനി മപ പസനി പ പസനി പനി പമ പസനി പനി പമ പമഗ നമോ നമോ ഭാരതാംബേ വദതി ഗണ്ഡശണ്ഡിതേ കീർവന്തി ലോകാസ്തേ തീർത്ഥഭൂത മുനീശ്വര നമോ നമോ ഭാരതാംബേ വിന്ധ്യതുംഗസ്തനായിരേ സമുദ്രവസനേ ദേവി സഹ്യമാല വിരാജിരേ നമോ 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 ഭാരതാംബേ നമോ നമോ ഭാരതാംബേ നമോ 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 नमो नमो भारदाम्बे सर्वतीर्थस्वरूपिणी काश्या हि काशसे माद तुम हि सर्वप्रकाशित नमो नमो भारदाम्बे विदन्ती स्वरजापरा वेद वेदान्त गम्भीरे निर्वाण
സുഖദായിനി നമോ 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 ഭാരതാംബേ നമോ ഭാരതാംബേ യതിലോക പദന്യാസ പവിത്രീകൃത പാംസവേ നമോ ജഗദാം ദാത്രി ലോകൈകമാനേ നമോ ഭാരതാംബേ നമോ 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 ഏറ്റവും സൗഭാഗ്യം നിറഞ്ഞ ഈ നിമിഷങ്ങളിൽ നാം എല്ലാവരും ഈ വിദ്യാലയ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാനാണ്. പശ്ചിമ കൊച്ചിയുടെ തിലകക്കുറിയായി പ്രശോഭിക്കുന്ന ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിൻ്റെ 81ാമത് അധ്യാപക രക്ഷകർതൃ സമ്മേളനവും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം തങ്ങളുടെ കർമ്മമണ്ഡലങ്ങളിൽ നിന്ന് വിരമിക്കുന്ന ഗുരുശ്രേഷ്ഠരായ നമ്മുടെ പ്രിയപ്പെട്ട 6 അധ്യാപകർക്ക് യാത്രയയപ്പ് നൽകുന്ന ആദരിക്കുന്ന ഒരു സമ്മേളനവും കൂടിയാണ്. ഒരിക്കൽ ഒരു സമൂഹം പച്ചപ്പ് തേടി അലയുകയായിരുന്നു. അവരുടെ വഴിമധ്യേ അക്ഷരമാലകളുടെ ഒരു പ്രവാഹം തന്നെയുണ്ടായി. ആ അക്ഷരങ്ങളുടെ മഴപ്പെയ്ത്തിൽ അക്ഷരപ്പൂക്കളുടെ ഒരു ലോകം തന്നെ അവർക്ക് സൃഷ്ടിക്കാൻ സാധിച്ചു. അവർ ആ അക്ഷരപ്പൂക്കൾ കൊണ്ട് മാലകൾ കോർത്തു, നൈവേദ്യങ്ങൾ സമർപ്പിച്ചു. ആ പച്ചപ്പ് സ്വീകരിച്ച ഓരോരുത്തരുടെ ഹൃദയങ്ങളിലേക്ക് അക്ഷര വെളിച്ചം കടന്നു കയറി. ആ അക്ഷര വെളിച്ചം സ്വീകരിച്ച അവരുടെ ജീവിതത്തിൽ മൂല്യങ്ങളുടെ നിറച്ചാർത്തുണ്ടായി. ഒരു മുല്ലപ്പൂവിൻ്റെ പരിമളം ഇളം തെന്നലിൽ എങ്ങനെയാണോ പരക്കുന്നത്, അതുപോലെ ആ അക്ഷരച്ചെപ്പിൽ നിന്ന് കരുതലിൻ്റെ, മാതൃവാത്സല്യത്തിൻ്റെ, മാതൃശിക്ഷണത്തിൻ്റെ, അറിവിൻ്റെ, ജ്ഞാനത്തിൻ്റെ, ചേർത്ത് പിടിക്കലിൻ്റെ, മനസ്സിലാക്കലിൻ്റെ ഒരുപാട് പുഷ്പങ്ങൾ വിടർന്നു വന്നു. ആ പുഷ്പങ്ങളെല്ലാം നമ്മുടെ ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിൻ്റെ സഞ്ചാരവീഥികളിൽ, കലാലയ അങ്കണത്തിൽ പ്രശോഭിച്ചു. ധ്യാനാത്മകമായി ചിന്തിച്ചാൽ ഫാറ്റിമ ഗേൾസ് ഹൈസ്കൂളിൻ്റെ ഭ്രമണപഥത്തിൽ 30-ൽ പരം സംവത്സരങ്ങൾ തങ്ങളുടെ ജീവിതവും ആരോഗ്യവും ആയുസ്സും കഴിവുകളും എല്ലാം സമർപ്പിച്ച നമുക്ക് ഏറ്റവും പ്രിയങ്കരായ നമ്മുടെ പ്രിയപ്പെട്ട ഡീന മിസ്, സിസ്റ്റർ ലിസി, റീറ്റ മിസ്, ലിജി മിസ്, മേരി കെ എസ് മിസ്, ലിജി ജോൺ മിസ്, ഇങ്ങനെ ഈ അധ്യാപകർ നമ്മളിൽ നിന്ന് വേർപെടുന്നതിൻ്റെ, ഔദ്യോഗികമായി വേർപെട്ടു പോകുന്നതിൻ്റെ ഈ യാത്രയയപ്പ് ചടങ്ങിലെ വിശിഷ്ട അതിഥികളെ ഞാൻ വിനയപൂർവ്വം പരിചയപ്പെടുത്തട്ടെ. വിനയം ദൈവികമാണ്, ആർദ്രത സുഹൃതമാണ്, ആത്മാർത്ഥത ബന്ധങ്ങളുടെ ശക്തി പകരലാണ്. നമ്മുടെ പ്രിയപ്പെട്ട മദർ സുപ്പീരിയറും സ്കൂൾ മാനേജറുമായ സിസ്റ്റർ ആഗ്നസ് ആൻ്റണിയുമായുള്ള നിരന്തരമായ ഇടപെടലുകളിൽ ഞാൻ മനസ്സിലാക്കിയത്, സിസ്റ്റർ ആഗ്നസ് വളരെയധികം നമ്മളെ മനസ്സിലാക്കുകയും സ്കൂളിൻ്റെയും വിദ്യാർത്ഥിനികളുടെയും അധ്യാപകരുടെയും എല്ലാ കാര്യങ്ങളിലും സംയോജിതമായി ഇടപെടുകയും
വേണ്ടത്ര മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്ത് സ്കൂളിൻ്റെ നിർണായകമായ വിജയത്തിന് കാരണമായിട്ടുണ്ട്. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്റർ ആഗ്നസ് ആൻ്റണിയെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒരു വർഷം കൂടി കടന്നുപോയി. നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല എത്ര പെട്ടെന്നാണ് ഒരു വർഷം കഴിഞ്ഞു പോയതെന്ന്. ഈ ഒരവസരത്തിൽ ഞാൻ നിൽക്കുമ്പോൾ വിശുദ്ധ മാഗ്ദലിൻ്റെ വാക്കുകളാണ് എൻ്റെ മനസ്സിലോട്ട് ഓർമ്മിക്കുന്നത്. അത് നമ്മുടെ ഈ വർഷത്തെ ഇൻവിറ്റേഷൻ കാർഡിൽ പ്രിൻ്റ് ചെയ്ത് വന്നിട്ടുമുണ്ട്. എഡ്യൂക്കേഷൻ ഈസ് മെൻറ്റ് ടു പ്രൊമോട്ട് ദ ഹാർമോണിയസ് ഗ്രോത്ത് ഓഫ് ദ പേഴ്സണാലിറ്റി ഓഫ് ദ ചിൽഡ്രൻ, adolescents and the youth, giving particular attention to the formation of the heart. ഇത് ശരിക്കും വിശുദ്ധ മാഗ്ദലിൻ്റെ ആ ഒരു സ്വപ്നമായിരുന്നു. അതിന്ന് പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൂടെ കനോഷ്യൻ സഭാംഗങ്ങൾ നിർവഹിച്ചു വരികയാണ്. കൊട്ടാരത്തിലെ എല്ലാ സൗഭാഗ്യങ്ങളും എല്ലാ സ്ഥാനമാനങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുവാനും പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനുമായി ഈ ധീര വനിത ഇറങ്ങുകയാണ്. വിശുദ്ധ മാഗ്ദലിൻ സ്നേഹത്തിൽ വിനയവും വിനയത്തിൽ സ്നേഹവും എന്ന ആപ്തവാക്യം സ്വന്തം മനസ്സുകളിൽ കുറിച്ചുകൊണ്ട് സമൂഹത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അതേ ആപ്തവാക്യങ്ങൾ ഞങ്ങളുടെ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കനോഷ്യൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. വിശുദ്ധ മാഗ്ദലിൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുമ്പോൾ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. കാരണം കൊച്ചിയിൽ ഏതെങ്കിലും ഒരു കുടുംബങ്ങളിലേക്ക് ഞങ്ങൾ കയറി ചെന്നാലും കനോഷ്യൻ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയെങ്കിലും അല്ലെങ്കിൽ ഒരാളെങ്കിലും ആ കുടുംബങ്ങളിലുണ്ടാകും. അത്
ഓഗസ്റ്റിൻ സിസ്റ്റേഴ്സിൻ്റെ ആ ചാരിറ്റിയുടെ ഫൗണ്ടറായ സിസ്റ്റർ മഗ്ദലീൻ നേരത്തെ നമ്മുടെ ഉദ്ഘാടന പ്രസംഗത്തിൽ സിസ്റ്റർ സൂചിപ്പിച്ചു. ഹൃദയ രൂപീകരണം, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിൻ്റെ രൂപീകരണത്തിന് പ്രാധാന്യം നൽകുന്ന ഒരു വിദ്യാഭ്യാസമായിരുന്നു ബഹുമാനപ്പെട്ട അമ്മ സ്വപ്നം കണ്ടിരുന്നത്. ഇവിടെ തന്നെ ഈ 1941 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിനും മുമ്പുള്ള കാലമാണ്. ആ കാലഘട്ടത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും അതുപോലെ തന്നെ വനിതകൾക്കും വേണ്ടി വിദ്യാഭ്യാസം നൽകുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി, അത് സെയിൻറ്റ് മാഗ്ദലീനയുടെ ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരു ലക്ഷ്യത്തിലേക്ക് ഈ നമ്മുടെ കൊച്ചിയിലൊരു സ്കൂൾ സ്ഥാപിച്ചത് തന്നെ വളരെ ദീർഘവീക്ഷണത്തിലൂടെയാണ്. വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമ്മളുടെ ജീവിതത്തെ മാറ്റിയെടുക്കാനുള്ള ഒരു ഏറ്റവും എളുപ്പത്തിലുള്ളൊരു മാർഗമാണ്. നമുക്ക് ജീവിതത്തിൽ ഉയർച്ച നേടാൻ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വിദ്യാഭ്യാസം നേടുക എന്നുള്ളതാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേവലം ബുക്കുകളിൽ പഠിക്കുന്നത് മാത്രമല്ല, പല രീതിയിലുള്ളതുണ്ട്. കലയിലുള്ള വിദ്യാഭ്യാസമുണ്ട്, കായിക വിദ്യാഭ്യാസമുണ്ട്, അങ്ങനെ പല രീതിയിലുള്ള പഠനങ്ങളിൽ കൂടി നമ്മൾ കടന്നു പോകുന്നുണ്ട്. പക്ഷേ എനിക്കുള്ളൊരു വിഷമം, എൻ്റെ ഒരു വ്യക്തിപരമായ വിഷമം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും വാർത്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരു സ്കൂളിൽ ഹെഡ് മാസ്റ്ററുടെ മുന്നിൽ ഇരുന്നു കൊണ്ട് ഒരു പയ്യൻ സംസാരിക്കുന്ന വീഡിയോ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളവരുണ്ടെങ്കിൽ അതൊന്ന് നോക്കണം. അത് ഹെഡ് മാസ്റ്ററെ അയാൾ ഭീഷണിപ്പെടുത്തുകയാണ്, പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ തട്ടിക്കളയും എന്നൊക്കെ പറയാണ്. ഫോൺ മേടിച്ചു വെച്ചതിനാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അവിടുത്തെ പ്രശ്നം ഏകദേശം അത് പറഞ്ഞ് പരിഹരിച്ച് തീർന്നു. കാരണം കുട്ടിയുടെ തെറ്റവനെ പറഞ്ഞ് മനസ്സിലാക്കി, PTA ഇടപെട്ട് അവനെ സ്കൂളിൽ വീണ്ടും പ്രവേശിപ്പിച്ച് ഇതൊക്കെ ഉണ്ടായി. പക്ഷേ പല കാര്യങ്ങളും നമ്മൾ കാണുമ്പോൾ നമുക്ക് ഈ സമൂഹത്തിൻ്റെ പോക്ക് ശരിയായ രീതിയിലാണോ എന്നുള്ളൊരു തോന്നൽ വരും. ഇതൊന്ന് ഈ കുട്ടിയുടെ കാര്യം നമ്മൾ സോഷ്യൽ മീഡിയ ശ്രദ്ധിക്കുന്നവർ കണ്ടിട്ട് അറിയാം. ഒരു യൂട്യൂബർ കുറച്ച് കുട്ടികളെ കാറിടിച്ച് കൊല്ലാൻ ശ്രമിച്ചതിന് ശേഷം ദീർഘനാളുകൾക്ക് ശേഷം അയാളെ അറസ്റ്റ് ചെയ്തിട്ട് ജയിലിലേക്കൊക്കെ പോകുമ്പോൾ അയാൾ വാ പൊളിച്ച് ചിരിച്ചോണ്ടാണ് കയറിപ്പോണത്. അപ്പോൾ എന്താണ് നമ്മൾ ഈ നിയമങ്ങൾ കൊണ്ടൊക്കെ വരുന്നത് നല്ല രീതിയിലാണോ എന്നുള്ളൊരു ഇതൊരു ശിക്ഷകൾ നല്ല രീതിയിൽ കൊടുക്കാത്തതാണോ ഈ കുഴപ്പം? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനുണ്ട്. പക്ഷേ ശിക്ഷകളുടെ കാര്യം നമ്മൾ ആലോചിക്കുമ്പോഴും നമുക്കറിയാം, ഏറ്റവും കടുത്ത ശിക്ഷ നൽകുന്ന രാജ്യങ്ങളാണ് ഗൾഫ് കൺട്രീസ്, പ്രത്യേകിച്ച് മുസ്ലിം രാഷ്ട്രങ്ങൾ. അവിടെ പല്ലിന് പല്ല്, കണ്ണിന് കണ്ണ്, ആ രീതിയിലുള്ളതാണ്. പക്ഷെ അവിടെ നടക്കുന്ന കൊലപാതകങ്ങളുടെ ഒന്നും കണക്ക് നമ്മൾ അറിയുന്നില്ല. പക്ഷെ നമ്മൾ അറിയുന്ന ചില കണക്കുണ്ട്. ഇപ്പം തന്നെ 3 പേരോളം ബ്ലഡ് മണി മരിച്ച ആൾക്ക് അയാളുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകി അതിൽ നിന്ന് രക്ഷപ്പെടാൻ കാത്തു നിൽക്കുന്ന 3ഓളം ആളുകളുണ്ട് എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു നിമിഷപ്രിയ അടക്കമുള്ള ആളുകൾ, അതൊക്കെ ഓരോ സാഹചര്യമായിരിക്കും. പക്ഷേ ഇത്രയും ശിക്ഷയുള്ളയിടത്ത് അവിടെ പോയിട്ട് പോലും ഈ കേരളത്തിൽ നിന്ന് പോകുന്ന മലയാളികൾ പോലും കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അത് കൊലപാതകം പോലെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ അതെന്താണ് കാരണം? നമുക്ക് ആളുകളെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഈ പല നിയമങ്ങളും, ചിലപ്പോൾ ആളുകളുടെ എണ്ണം കൂടുന്നതുകൊണ്ടായിരിക്കും, പല നിയമങ്ങളും നമുക്ക് വേണ്ട രീതിയിൽ ആളുകളെ മാറ്റിയെടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നില്ല. ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂൾ, ഇത് 83 കൊല്ലം ചരിത്രമുള്ള സ്കൂളാണെങ്കിൽ, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂള് എറണാകുളം ജില്ലയിൽ തന്നെ കീഴിലം സെൻറ്റ് തോമസ് ഹൈസ്കൂളാണ്. അതിന് 100 കൊല്ലത്തിന് മേളിൽ ഇതുണ്ട്. 1922 സ്ഥാപിതമായ സ്കൂളാണത്. അപ്പോൾ ആ സ്കൂളിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം മിക്കവാറും ഇത്തിരി പ്രായമുള്ളവരാണ്. അല്ലെങ്കിൽ ഞാൻ ഈ കാര്യം സംസാരിക്കില്ലായിരുന്നു. കുട്ടികളോടാണ് ഈ കാര്യം സംസാരിച്ചിട്ട് കാര്യമില്ല. ഒരല്പം പ്രായമുള്ളവരാണ്. അന്ന് അടി ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെയാണെങ്കിലും അധ്യാപകരും കുട്ടികളും തമ്മിൽ നല്ല സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കും, ആ സ്കൂളിലെ ടീച്ചർമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഇഷ്ടം പോലെ അടി മേടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നാൽ പോലും അവരോടുള്ള സ്നേഹം, നമുക്ക് ആ സ്നേഹം
അതൊരു പ്രത്യേക സ്നേഹം, മനസ്സിൽ നിന്ന് വരുന്ന സ്നേഹം. പക്ഷെ ഇപ്പോൾ ഈ 2015 ഉണ്ടാക്കിയൊരു നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് ആക്ട്, ബാലനീതി നിയമം. അതിലെ 2 കാര്യങ്ങൾ എനിക്ക് കാര്യം, പോലീസ് നിയമപാലകരാണ്, നിയമം പാലിക്കേണ്ടവരാണ്. പക്ഷെ നിയമം ഉണ്ടാക്കുന്നവരല്ല. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം. പലരുടെയും വിചാരം നിയമം ഉണ്ടാക്കുന്നവർ പോലീസാണ്. പോലീസ് ലോ എൻഫോഴ്സിങ് മാത്രമേ ഉള്ളൂ, ലോ മേക്കിംഗ് അല്ല. ലോ മേക്കിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ഈ ജനാധിപത്യ രാജ്യത്ത് നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ജനങ്ങൾ തന്നെയാണ്. മുഴുവൻ ജനങ്ങൾക്കും നിയമനിർമ്മാണത്തിൽ പങ്കുചേരാൻ പറ്റാത്തതുകൊണ്ട് ജനപ്രതിനിധികളെ തിരഞ്ഞെടുത്ത് സംസ്ഥാനത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും വേണ്ടിയുള്ള നിയമങ്ങൾ ഉണ്ടാക്കുന്ന ജനപ്രതിനിധികളാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു നിയമത്തെ ചോദ്യം ചെയ്യാതെ 56 വയസ്സിൽ റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയങ്കരിയായ, എനിക്ക് ഇവരുടെ പേര് ഞാനിപ്പോൾ ചേർത്ത് വായിക്കുകയായിരുന്നു, ഇവർക്കുള്ള എൻ്റെ അഭിനന്ദനം, ഞാൻ അഭിനന്ദനം തന്നെ പറയേണ്ടി വരും. കാരണം കാലഘട്ടങ്ങളിൽ വളരെ ചേഞ്ചസ്, വളരെ ട്രാൻസ്ഫോർമേഷൻ സ്റ്റുഡൻസിൽ, ടീച്ചിങ്ങിൽ, സിസ്റ്റത്തിൽ വരുന്നത് കണ്ടുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന, സംതൃപ്തിയോടുകൂടി ഡ്യൂട്ടി പെർഫോം ചെയ്തുകൊണ്ട് റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയ ടീച്ചർമാർക്ക് ഒരു വലിയ കൈയോടുകൂടി നമുക്ക് ഇവിടെ ആരംഭിക്കാം. ഞാൻ എൻ്റെ കുട്ടിക്കാലത്തെ 56 വയസ്സെന്ന് പറയുമ്പോൾ ഞാൻ വിചാരിച്ചു അത് വലിയൊരു വയസ്സാണ്, അത് റിട്ടയറിങ് ഏജാണ്. പക്ഷെ ഞാൻ 50ലേക്ക് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി അതൊരു വലിയ വയസ്സൊന്നുമല്ല, ഇനിയുമുണ്ട്. കാരണം ഇനിയുമുണ്ടെന്ന് പറയാൻ കാരണം 2 ദിവസം മുമ്പ് US-ൻ്റെ 47ാമത്തെ പ്രസിഡൻ്റായി സ്ഥാനം നമ്മുടെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഡൊണാൾഡ് ട്രംപിൻ്റെ വയസ്സ് 78. അപ്പോൾ ഇനി കണക്ക് പ്രകാരമാണെങ്കിൽ 22 വർഷം കഴിഞ്ഞാൽ പ്രസിഡൻ്റ് ആവാനുള്ള യോഗ്യതയായി. അപ്പോൾ 56 ഒട്ടും വലിയ വയസ്സല്ല, ഇനിയും ഉണ്ട്. ഞാൻ എവിടെ കേട്ടു, വി ആർ ജസ്റ്റ് റിട്ടയറിങ്, വി ആർ റിട്ടയർഡ് ബട്ട് നോട്ട് ടയേർഡ്. അപ്പോൾ ഒട്ടും ക്ഷീണം മാറാതെ റിട്ടയർ ചെയ്യുന്ന, സാങ്കേതികമായി റിട്ടയർ ചെയ്യുന്ന എൻ്റെ പ്രിയ ടീച്ചർക്കുള്ള വന്ദനം, അഭിനന്ദനം, സ്നേഹം, ബഹുമാനം. നമ്മൾ കലണ്ടർ തരംതിരിക്കുന്നത് യൂഷ്വലി കാലത്തെ തരംതിരിക്കുന്നത് 2ആയിട്ടാണ്. ബിഫോർ ദ ക്രൈസ്റ്റ്, ആഫ്റ്റർ ദ AD ആൻഡ് BC, ബിഫോർ ദ ക്രൈസ്റ്റ്, ആഫ്റ്റർ ദ ക്രൈസ്റ്റ്, 2ആയിട്ട് വിഭജിച്ചിട്ടാണ് നമ്മൾ കലണ്ടറിനെ കുറിച്ച് പറയുന്നത്. പക്ഷേ ഈ ഇടയ്ക്ക് ഞാനൊന്ന് വായിച്ചു, മറ്റൊരു രീതിയിലുള്ള തരംതിരികളുണ്ടെന്ന്. അതായത് 4ആയിട്ട് ഈ ലോകത്തെ മാറ്റുന്നു. അതൊന്നെന്ന് പറയുന്നത് മനുഷ്യൻ ഈ ടയർ, അതായത് ചക്രത്തിന് ഷെയ്പ്പ് റൗണ്ടാണെന്ന് കണ്ടുപിടിച്ചതാണ് ഒന്നാമത്തെ വലിയ കണ്ടുപിടുത്തം. കാരണം ചക്രത്തിന് റൗണ്ട് ഷേപ്പ് വന്നപ്പോഴാണ് ഈ ഉരുട്ടാൻ തുടങ്ങിയത്. അപ്പോൾ വാഹനത്തിൻ്റെ ടയറിന്, നമ്മൾ ചെറിയ കാല ക്ലാസ്സുകളിലൊക്കെ പല ഷേപ്പുള്ള ടയറിനെ കുറിച്ചുള്ള കഥകളൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ചക്രത്തിന് റൗണ്ട് ഷേപ്പ് വന്നപ്പോഴാണ് മൂവ്മെൻറ്റ് സാധ്യമായത്. അതായത് ഒരു വേദിയിൽ നിന്ന് മറ്റൊരു വേദിയിലേക്ക് ഉരുട്ടിക്കൊണ്ടുപോകാൻ, അതായത് നമ്മളുടെ സ്ഥാനങ്ങൾ, നമ്മളുടെ കമ്മോഡിറ്റീസൊക്കെ എല്ലാം മൂവ് ചെയ്യാൻ സാധിച്ചത് ചക്രത്തിൻ്റെ ഷേപ്പ് റൗണ്ട് ആയതുകൊണ്ടാണ്. അപ്പോൾ വേഗതയിൽ ഒരു സ്ഥലത്തിൽ നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കമ്മോഡിറ്റീസ് നമുക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിച്ചു. കൂടുതൽ സർപ്ലസ് ഉള്ള സ്ഥലത്ത് നിന്ന് ഡെഫിസിറ്റുള്ള സ്ഥലത്തിലേക്ക് നമുക്ക് ഈ സാധനങ്ങൾ മാറ്റി, അങ്ങനെ വരുമ്പോൾ പോവർട്ടിയൊക്കെ നമുക്ക് ഒരു പരിധിയൊക്കെ തടയാൻ ഈ ചക്രത്തിൻ്റെ ഷെയ്പ്പ് റൗണ്ടായത് ഒരു കണ്ടുപിടുത്തമായിട്ട് ഒന്നാമത് പറയുന്നു. 2ആമത് പറയുന്നത് മനുഷ്യൻ തീയെ നിയന്ത്രിക്കാൻ പഠിച്ചു. തീയെ നിയന്ത്രിക്കാൻ പഠിച്ചത് കൊണ്ട് അവർക്ക് തീ ആവശ്യമുള്ളപ്പോൾ നമ്മൾക്ക് ഫയർ ഉണ്ടാക്കാം, തീ ഉണ്ടാക്കാം, നമുക്ക് തീ എപ്പോൾ വേണമെങ്കിലും തീ കെടുത്താം, തീയിനെ നിയന്ത്രിക്കാൻ പഠിച്ചു. അതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ ഭക്ഷണം, ഈ വെന്ത ഭക്ഷണം രുചികരമാക്കി പോയത് ഈ തീയെ നിയന്ത്രിക്കാൻ മനുഷ്യന് സാധിച്ചതുകൊണ്ടെന്ന് പറയുന്നു. അത് 2ആമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നു. 3ആമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയാണ്. നമുക്കറിയാം, വൈദ്യുതിയുടെ വരവോട് കൂടി മാറിയ മാറ്റങ്ങൾ എല്ലാവർക്കും മനസ്സിലാവും. പക്ഷേ 4ആമത്തെ, അവിടെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഡിജിറ്റലൈസേഷനാണ് ഈ 4ആമത്തെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. ഡിജിറ്റലാവുക, കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചതല്ല, അതിനേക്കാൾ അപ്പുറം ഡിജിറ്റലാവുക. നമ്മളിപ്പോൾ AI ലോകത്താണ്. ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ എന്തും സംഭവം നമ്മളെ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാൻ, ഇപ്പോൾ ക്ലോൺ ചെയ്യാൻ ഇപ്പോൾ വളരെ എളുപ്പമാണ്. ഈയിടയ്ക്ക് ഇറങ്ങിയ ഒരു ഫിലിം, രേഖാചിത്രം എന്ന ഫിലിമിൽ മമ്മൂട്ടിയുടെ പഴയ കാലം കാണിക്കുന്നത് AI ആണ്. അതൊട്ടും മനസ്സിലാവില്ല, സിനിമ കണ്ടവർക്കറിയാം. അപ്പോൾ നമ്മളെ തന്നെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റാൻ ഇന്ന് AIക്ക് കഴിയുന്നു. ഇന്നറിയാം, നമ്മൾ ഒരു കാലഘട്ടങ്ങളിലൊക്കെ പ്രോജക്റ്റുകളൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അവർക്കാകെ പ്രശ്നമാണ്, വീട്ടിൽ പ്രശ്നം. ഈ പ്രോജക്റ്റ് ഒരു തീം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്തുകൂടി കുട്ടികളടുത്തുകൂടി മാതാപിതാക്കൾക്ക് നടക്കാൻ സാധിക്കില്ല. കാരണം അതിനുള്ള ടെൻഷനായി, കളക്ഷനായി, ലൈബ്രറി പോക്കായി. ഇന്നൊരു പ്രശ്നവുമില്ല.
ചാറ്റ് ജി പി ടിയിലേക്ക് കൊടുക്കുകയാണ്. നല്ലപോലെ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടിന്ന് വരും. പക്ഷേ ചാറ്റ് ജി പി ടിയിലെ നോട്ടുകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാവുന്ന ആൾക്കാരും ഇപ്പുറത്തുണ്ട്. പക്ഷേ ഈയിടക്ക് ഞാൻ മറ്റൊരു സോഫ്റ്റ്വെയറിനെ കുറിച്ച് കേട്ടു. അതായത് അത് കണ്ടു കഴിഞ്ഞാൽ അത് ആർട്ടിഫിഷ്യലി ഇൻ്റലിജൻസ് ഇതിലൂടെ അത് ക്രിയേറ്റഡ് ആണെന്ന് മനസ്സിലാവില്ല. അപ്പോൾ അത്രയ്ക്ക് കൃത്യമായും റിയാലിറ്റിയിലേക്ക് വരുന്ന സോഫ്റ്റ്വെയറുകളും ഇപ്പോൾ നിലവിലുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിലൂടെ പുതിയ ഈ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിലൂടെ കടന്നു പോകുന്ന ലോകത്താണ്. അവിടെ ഒരു ടീച്ചറിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്റ്റുഡൻറ്റിന് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പാരൻസിന് എന്ത് ചെയ്യാൻ പറ്റും, സാധാരണ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഞാൻ പറയുകയായിരുന്നു, ടീച്ചർ എന്ന് പറയുന്നത് പഴയ കാലങ്ങളിൽ ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ തമാശയ്ക്ക് ചാക്കോമാഷ് എന്ന് പറയും. കാരണം കൃത്യനിഷ്ഠയോടുകൂടി കർക്കശ ഭാവത്തോടുകൂടി പഠിപ്പിക്കുന്ന ഒരു മാഷ്, ഒരു അധ്യാപകൻ, അധ്യാപിക, അതായിരുന്നു അന്ന് ടീച്ചേഴ്സ്. ഇന്ന് ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഡാറ്റ എൻട്രി ഓപ്പറേറ്ററാണ്, അവൻ ക്ലർക്കാണ്, അവൻ ആരുമില്ലെങ്കിൽ ചിലപ്പോൾ സ്വീപ്പർ ആവണം, അവൻ ചെയ്യാത്ത ഒരു പണിയുമില്ല. അവനെ നിത്യമായി വാഴും അക്ഷരജ്യോതിസേ നമോസ്തുതേ. ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദി നറുമലരിതള നറുമുഴു തിങ്കൾ കലയേർന്ന വിജനേവന വണികെ തിരുജട തഴുകിയ നദിയുടെ ഗതികൾ സുലിപകർന്ന പ്രണവനാദധാരി ഹിമമയഗിരികൾ പദമിളകിട ചടല നടന ജതികളുടെ ശിവനടനം നറുമലരിതള നറുമുഴു തിങ്കൾ കലയേർന്ന വിജനേവന വണികെ തിരുജട തഴുകിയ നദിയുടെ ഗതികൾ സുലിപകർന്ന പ്രണവനാദധാരി ഹിമമയഗിരികൾ പദമിളകിട ചടല നടന ജതികളുടെ ശിവനടനം ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദിത്തില്ലാന ദിരണ ദിരണ ദിരദി ഹരിയായി ശ്രീമയ നളിനാമരാളമായി കഥനമകറ്റും വിലഹരിയായി കളകള നൂപുര മഞ്ജീരാരവമുണരും സാന്ദ്ര സരോവരമായി ത്യാഗരാജ ദീക്ഷിത ഗുരുവും ശ്യാമകൃഷ്ണ ഗാനലയങ്ങളും സ്വാതി സർഗ സംഗീതാമൃത സാമവേദമുണരുകയായി സരിഗപമഗ സരിഗപമഗ പദസനി ഗഗ സനി ഗപമഗ പദസനി സരിഗപമഗ പദനി സനി നിദ പദസനി ഗപമഗ ഗരിനി സനി നിദ ഗപമഗ ഗരിനി സനി നിദ പദസ പദസ സദസ സുമശര പരവശയാ സുമശര പരവശയായി ഭീമകരന്റെ ചപലത സഹിയാനേ സരസിജനയനന്റെ പദതളിരണിയുവാൻ പരയുഗമണി സൈനിച്ചേരുക മാലിനി സുമശര പരവശയായി ഭീമകരന്റെ ചപലത സുമശര പരവശയായി ഹിമകരന്റെ ചപലത സഹിയാനേ താ ജണു ജണുതാ ദിമി ദിമിതാ गिडतगता दण दण ता जणु जणु ता दिमि दिमि ता गिड गिड ता दण दण ता जण ता दिम ता गिड ता दण ता जण ता दिम ता गिड ता ताळम ताळम कळलुകളിൽ താളം
గమదని గరిసా సరిసిని సదదన మమ గమ మదని గమని గరిసా കടലുകളിൽ താളം വിരലുകളിൽ മേളം മദരങ്ങളിലോ നിന്നവദാനം തം തകിട ജംപദനി സാ തകിട സരി ഗമ പതി ദിവിദ ദിനി ഗരിസം ദിമിദ നിസനി ദപ പദ പാമ പദനി ഗരിസാ പദ ഘോരധാരിയാം സൂര്യൻ വലം കണ്ണിലും ചാരുരൂപിയാം ചന്ദ്രനിടം കണ്ണിലും നീരുമഗ്നിതൻ ചെങ്കനൽ ഭാവത്തിലും ചേരുമപ്പാമ്പു നിന്നീലകണ്ഠത്തിലും നനനദീം തനനദീം തനനദീം ഓം തനനദീം 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 ഓം തനനദീം 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 തായിനി വരദായിനി പരിപാവനി നീയേ ശക്തി സ്വരൂപിണി സദ്ഗോം തകിട നീയേ അഭയമധുരവാണി അമൃതമധുര ദിവ്യവാണി നീയേ അഭയമധുരവാണി അമൃതമധുര ദിവ്യവാണി അമര കല്യാണി തേദാരോ 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 ഉത്രാടക്കാറ്റ് വാ ചെമ്പാവിൻ പാടത്ത് ചെങ്കതിരു വിളഞ്ഞല്ലോ മാളൂരേ വാ 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 മാളൂരേ വാ 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 ഉത്രാടക്കാറ്റ് വാ ചെമ്പാവിൻ പാടത്ത് ചെങ്കതിരു വിളഞ്ഞല്ലോ മാളൂരേ വാ 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 മാളൂരേ വാ 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 മാളൂരേ വാ 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 ഒത്തൊരുമിച്ച് താളം കൊട്ടി ഒത്തൊരുമിച്ച് മേളം കൊട്ടി പഞ്ചാപടങ്ങൾ പടങ്ങൾ ഇല്ലതേ പത്തായിട്ട് നില്ലനാകത്തായിട്ട് കൊയ്തു മതിക്കണ്ടേ കൊയ്തു മതിക്കണ്ടേ കൊയ്തു മതിക്കണ്ടേ പൂത്തുമിഴതെങ്ങി പാറും പൂന്തുണിയിൽ പാട്ടിൻ പൂരം പൂമുട്ട നിറയും പൂക്കാലം ഒരു സ്വപ്നം പോലെ നാദപ്പൂവിരിയും നെഞ്ചിൽ രാഗത്തിൻ തുള്ളികത്തിൽ നാദപ്പൂവിരിയും നെഞ്ചിൽ രാഗത്തിൻ തുള്ളികത്തിൽ കാർമണ്ടുകൾ മൂളും കിന്നാരം സംഗീതം പൂത്തുമിഴതെങ്ങി പാറും പൂന്തുണിയിൽ പാട്ടിൻ പൂരം പൂമുട്ട നിറയും പൂക്കാലം ധും തനനനം ധും തനനനം ധും തനന തനനാനനം മഗസരി ധനി സാമഗമ ധും തനന ധും തനന ധും തനന തനദിരന സസമാമഗമദന ഗമദനി സദ ദിരനാന 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 തനദിരന നീസാനി സനി ധനി ധമാദാനി ധമദമഗമദമഗരി സനി ധനി സാമഗ ധും തനനനം ധും തനനനം ധും തനന തനനാനനം ദ്രുതലാസി താളങ്ങളിനിയുള്ള മാത്രതൻ നിറനീള രാഗത്തിലാറാടവേ തത്തി തരികിടതം ധും തരികിടതം തജ്ജം സനി 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 സാ തത്തി തരികിടതം ധും തരികിടതം തജ്ജം ഗമദനിദ ഗമദനിദ മാത തത്തി തരികിടതം തജ്ജം സനി 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 സാ തരികിടതം തജ്ജം ഗമദനിദ മാത തരികിടതം സനി സനി സാ ഗമദനിദ മഗമദ മാ തരികിടതം സരി 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 തരികിടതം തരികിടതം സാ സാ തരികിടതം തരികിടതം സാ സാ തരികിടതം തരികിടതം ദ്രുതലാസ്യ താളങ്ങളിനിയുള്ള മാത്രതൻ നിറനീള രാഗത്തിലാറാടവേ അതു കണ്ടു മതിമറന്നാനന്ദലഹരിയിൽ തെളിയട്ടെ മനസ്സിന്റെ ഇരുൾ വീതികൾ എങ്ങും ഒഴുകട്ടെ ഒരു മതൻ കടൽ വീജികൾ സപമ ഭഗവതി സരി പാനി സരി ബാസാനി സാധനി പദ മദ പഗ മാധവ പദനി സരി ഗരി സഗരി നി സരി ഗമ ഗരി സനിദ നി സ സ നി സ സ നി സ സ നി സ സ നി സ ഗരി നി സ സ നി നി ധ പ മ ഗരി ഗ സ
സരി ഗമ ഗമരി ഗമ പമ പ ഗമ പമ പദ പദനി ധനി സനി സഗരി സാ സസരി രി സസരി രി ഗഗ സസരി രി ഗഗ പപ സസരി രി ഗഗ പപ ദ സസരി രി സരി ഗ സരി ഗ സരി ഗ സരി ഗ സരി ഗ ദസരി 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 രി ഗാരി സരി സഗ സാദ പദ സരി സരി സഗ സാദ പദ പഗ പഗരി രാഗം താനം പല്ലവി പാടും ധീരതയുണരും മധുരം ഗാനം ഗീതികയുണരുകയാൽ സുന്ദര ചിന്തിത വരദരൂപിയായ അന്തരംഗമതിലുണരുകയാൽ കുതിരും രുതിരും ജലധി തരംഗം ഗഹനരൂപിയായി ഉണരൂ താലമേ ഇന്ദ്രിയനാദമതിന്ദ്രിയ ഗാനം വർണ്ണമുണരും ഈ രാഗലഹരിയിൽ നാട്യലഹരിയിൽ ഉണരും ഗാനം അമര വിഭൂതിയിൽ ഉണരും ഗീതം ശങ്കര ജനകര കാഞ്ചന രൂപം സുന്ദര സുരഭില മഞ്ജുള മോഹന ഗോപുരമണികൾ ഉണർന്നു തെളിഞ്ഞു ലാലീരം പാടൂ ശാരികേ. Give a big round of applause for the officer. ഒത്തിരിയേറെ കഷ്ടപ്പെട്ട നമ്മളുടെ അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ സിജിക്കും സിജി അത് തന്നെ പേര് കൺഫ്യൂഷനാണ്, ജിജിയും സിജിയും എപ്പോഴും കൺഫ്യൂഷനാണ്. സിസ്റ്റർ സിജിക്കും അതോടൊപ്പം നിന്ന് എല്ലാ അധ്യാപകർക്കും എസ്പെഷ്യലി അരുൺ സാറിനും കുട്ടികൾക്കും ആദ്യം തന്നെ എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ നേർന്നുകൊള്ളുന്നു. കഴിഞ്ഞ ഒരു വർഷത്തെ കാലയളവിൽ നമ്മുടെ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരിയേറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. പഠനമികയിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നമ്മുടെ കുട്ടികൾ വീണ്ടും കഴിവ് തെളിയിച്ച ഒരു വർഷമാണ് ഇപ്പോൾ കടന്നുപോയത്. മനോഹരമായ ചില മനുഷ്യരിൽ നമ്മൾ എത്തിപ്പെടുന്നത് ഒരനുഗ്രഹമാണ്. ഇന്ന് ഈ വേദി അലങ്കരിക്കുന്ന ഈ വർഷം നമ്മുടെ സ്കൂളിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകർക്ക് ആശംസ അർപ്പിക്കുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ശ്രീമതി ഡീന ഡി പി, സിസ്റ്റർ ലിസി ജോസഫ്, ശ്രീമതി ലിജി ജോൺ, ശ്രീമതി ബീന ജോസഫ്, ശ്രീമതി റീറ്റ ആൻ്റണി, ശ്രീമതി മേരി കെ എസ്. പ്രവർത്തിച്ച എല്ലാ മേഖലകളിലും തങ്ങളുടേതായ കയ്യൊപ്പ് പതിപ്പിച്ചവർ. ഇന്ന് നമ്മുടെ ഈ വിദ്യാലയം ഈ പശ്ചിമ കൊച്ചിയിലെ ഒരു പ്രമുഖ വിദ്യാലയമായി പ്രശോഭിക്കുന്നുണ്ടെങ്കിൽ
പാഠ്യേതര പ്രവർത്തനങ്ങളിൽ, കലാപരമായ നേട്ടങ്ങളിൽ, സാമൂഹിക പ്രതിബദ്ധതയോടെ ചെയ്യുന്ന സേവന പ്രവർത്തനങ്ങളിൽ ഒക്കെ ഉന്നതി നേടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ പിന്നിൽ ഈ വേദിയിലിരിക്കുന്ന നമ്മുടെ ഈ അധ്യാപകരുടെ നിതാന്ത ശ്രദ്ധയും ആത്മാർത്ഥമായ പരിശ്രമവുമുണ്ട് എന്ന് നമുക്കെല്ലാം നിസ്സംശയം പറയാൻ സാധിക്കും. ഒരു ഡെപ്യൂട്ടി ഹെഡ് മിസ്ട്രസ് എന്ന നിലയിൽ തൻ്റെ കടമകൾ ഏറ്റവും ഉത്തരവാദിത്തോടെ നിർവഹിക്കുന്നു നമ്മുടെ പ്രിയങ്കരിയായ ഡീന ടീച്ചർ. സ്കൂളിലെ ഏത് പ്രശ്നമാണെങ്കിലും എന്ത് കാര്യത്തിനും ധൈര്യമായി സമീപിക്കാം. വളരെ സരസമായി അതിന് പരിഹാരം കണ്ടെത്തും. എത്ര ടെൻഷൻ അടിച്ചിരിക്കുന്ന സന്ദർഭത്തിലും തൻ്റെ സ്വതസിദ്ധമായ നർമ്മത്തിൽ പൊതിഞ്ഞ സംസാരത്തിലൂടെ ആ സംഘർഷങ്ങളെയെല്ലാം മഞ്ഞുരുകും പോലെ ഉരുക്കിക്കളയാൻ ഡീനയ്ക്കുള്ള ആ കഴിവ്, അത് ഞങ്ങൾക്ക് ഒരാശ്വാസമായിരുന്നു.
എഴുത്തിൻ്റെ ഒരു കഷ്ണം കടലാസാക്കി, വിരൽ മുറിച്ച് പേനയാക്കി, കാജൽ കണ്ണീരിൽ ചാലിച്ച് മഷിയാക്കി ഞാൻ കൃതജ്ഞതയുടെ വാക്കുകൾ എഴുതി. MT വാസുദേവൻ നായരുടെ ഈ വാക്കുകൾ കടമെടുത്ത് ഞാൻ തുടങ്ങട്ടെ. കടന്നു പോകുന്ന കാലവും ജീവിതവും ദൈവത്തിൻ്റെ അനന്ത കാരുണ്യം മാത്രമാണെന്നറിയുമ്പോൾ നാം അറിയാതെ പറഞ്ഞു പോകും. നന്ദി.